നമസ്കാരം. നവീൻ ഇൻസ്പയർസ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമുക്ക് എല്ലാവർക്കും സമ്പന്നനാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ? ധാരാളം പണം ഉണ്ടാക്കണം സമ്പാദിക്കണം എന്നൊക്കെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പണത്തിന്റെ ബേസിക് ആയിട്ടുള്ള ചില നിയമങ്ങൾ ഇത് നമ്മൾ പാലിക്കേണ്ടതാണ്. നിർബന്ധമായും നമ്മൾ പാലിച്ചിരിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാവും. താങ്കളിപ്പോ സമ്പന്നനായ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ താങ്കൾക്ക് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വിജിലന്റായി, കുറച്ചുകൂടി ഭംഗിയായി അതിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പണത്തിന്റെ ആ ബേസിക് റൂൾസ് എന്ന്. നമ്പർ 1, നെവർ റിലേ ഓൺ വൺ സോഴ്സ്. ഒറ്റ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. അതായത് പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മേഖലയിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അത് തന്നെ മതി, അത് മാത്രം മതി എന്ന് കണിശമായ ഒരു ഡിസിഷൻ എടുക്കരുത്. അത് കൂടാതെ എങ്ങനെ നമുക്ക് അഡീഷണൽ വരുമാനം ഉണ്ടാക്കാമെന്ന് ആലോചിക്കണം. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇട്ടാലോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റലായിട്ട് ഇട്ടാലോ, അതല്ല കുറച്ചുകൂടെ റിസ്ക് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇട്ടാലോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇട്ടാലോ, എങ്ങനെയൊക്കെ നമുക്ക് പണം കൂടുതൽ സമ്പാദിക്കാൻ കഴിയും എന്ന് ചിന്തിക്കണം. എങ്ങനെയൊക്കെ പണം മറ്റ് മേഖലയിൽ, അതായത് നമ്മൾ നിലവിൽ വരുമാനം വാങ്ങിക്കുന്ന കൂടാതെ വേറെ ഏതൊക്കെ സോഴ്സിൽ നിന്നും ഉണ്ടാക്കാം, ഈ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അങ്ങനെ കൂടുതൽ സോഴ്സുകൾ ഉണ്ടാക്കുകയും വേണം. ഏതൊരു സാധാരണക്കാരനും കൂടുതൽ സോഴ്സുകൾ ഉണ്ടാക്കാൻ കഴിയും, എത്ര സമ്പന്നനും കൂടുതൽ സോഴ്സ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ സോഴ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത, ആ ചിന്തയാണ് ഒന്നാമത്തെ നിയമം. 2, സേവ് 10%. 10% സേവ് ചെയ്യണം. അതിപ്പോ എന്തൊക്കെ ചെലവുണ്ടെന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ നമുക്കിപ്പോ കടങ്ങൾ അടച്ചു തീർക്കാനുണ്ട്, ലോൺ അടച്ചു തീർക്കാനുണ്ട്, ശരിയാണ്, ഇതൊക്കെ തന്നെ എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. എന്നാലും ഒരു 10% വരുമാനത്തിന്റെ സേവിങ്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ മാറ്റിയേ പറ്റൂ. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടീജൻസി വരാം. പെട്ടെന്നൊരു അത്യാവശ്യമോ എമർജൻസി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് സേവിങ്സിൽ വേണം. ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരരുത്. അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ നമ്മുടെ വരുമാനം എത്ര പരിമിതപ്പെട്ടൊരു വരുമാനമാണെങ്കിലും അതിൽ നിന്ന് 10% വരുമാനം നമ്മൾ സേവിങ്സിലേക്ക് മാറ്റണം. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പല ആളുകൾക്കും തോന്നാം, ഈ കഴിഞ്ഞ മാസത്തെ ലോൺ അടയ്ക്കാനായിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ടുള്ള ഫണ്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ എൻ്റെ വരുമാനത്തിന്റെ 10% ഞാൻ സേവ് ചെയ്യുന്നു തോന്നാം. അവിടെയാണ് ആദ്യം പറഞ്ഞ പോയിന്റ് റെലവെന്റ് ആവുന്നത്. ഒന്നിലധികം സോഴ്സിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു 10% സേവിങ്സിലേക്ക് മാറ്റാൻ കഴിയും. തീരുമാനമെടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ മാസം മുതൽ നമ്മൾ സേവിങ്സ് ഉണ്ടാക്കും. മിനിമം 10% എന്നുള്ള ഡിസിഷൻ എടുക്കാൻ എല്ലാവരും തയ്യാറാവുക. 3, നെവർ ഇൻക്രീസ് എക്സ്പെൻസ് വിത്ത് ഇൻകം. വരുമാനം കൂടുമ്പോൾ നമുക്ക് കണ്ടമാനം എക്സ്പെൻഡിച്ചർ കൊണ്ടുവരാൻ തോന്നും. അതായത് വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവ് കൂടിയാൽ പിന്നെ മൈനസ് ചെയ്യുമ്പോൾ ഒന്നും കാണില്ല അല്ലെ? അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ട്, 1 ലക്ഷം രൂപ ചെലവുണ്ട്, അപ്പൊ 0 തന്നെയാണ് നമ്മുടെ മിച്ചം. ഇനി നല്ല 1000 രൂപ വരുമാനം ഉണ്ട്, 1000 രൂപ ചെലവുണ്ട്, അപ്പോഴും 0 തന്നെ മിച്ചം. അപ്പൊ ഇവിടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെലവും കൂടുതലാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിച്ചം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വരുമാനം കൂടിയാലും ചെലവുകളെ മിതപ്പെടുത്തി കൃത്യമായി നമുക്ക് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം തരംതിരിച്ച് തന്നെ നമുക്ക് പണം ചെലവാക്കാൻ കഴിയും അല്ലെ? പല പർച്ചേസിങ് ഡിസിഷനും പല സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുന്നത് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ വാങ്ങിക്കില്ല. അതായത് നാളെ വാങ്ങിക്കാൻ തീരുമാനിച്ച് ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം തരംതിരിച്ച് തന്നെ അത് നിജപ്പെടുത്തി നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവ് കൂട്ടരുത്. മറിച്ച് വരുമാനം കൂടുന്നതിനേക്കാളും കുറച്ച് താഴെ ആയിരിക്കണം നമ്മൾ ചെലവ് കൂട്ടുന്നതിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം പണം ഒരുപാട് സമ്പാദിക്കാത്ത വ്യക്തികൾ പെട്ടെന്ന് സമ്പാദിക്കുമ്പോൾ അതിനനുസരിച്ച് ചെലവ് കൂട്ടും. പിന്നീട് ചിലപ്പോൾ അവരെ വിചാരിക്കത്ര വരുമാനം വരില്ല. അപ്പോൾ ചെലവ് വീണ്ടും കൂടുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടിയ ചെലവ് ജീവിക്കുന്നതുകൊണ്ട് തന്നെ കടം വാങ്ങിക്കേണ്ടി വരും. അതേസമയം വരുമാനം കൂടുന്ന സമയത്തും മിതപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറായാൽ അത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. 4, ഡെവലപ്പ് എ മണി മൈൻഡ് സെറ്റ്. മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. അത് പണം നല്ലതാണെന്നും പണം കിട്ടിക്കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യാമെന്നും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ മറ്റൊരിടത്തും പോയി കൈനീട്ടേണ്ടി വരില്ല, അതുകൊണ്ട് പണം നല്ലതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. കാരണം നമ്മുടെ മൈൻഡ് സെറ്റല്ലേ എല്ലാത്തിൻ്റെയും ആധാരം. നമ്മുടെ മനസ്സിലെ ചിന്തകളല്ലേ ബേസ് എന്ന് പറയുന്നത്. ആ ചിന്തയിൽ നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു കാര്യം ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടില്ല. ഇത് പണം വേണമെന്ന് ഒരു സൈഡ് ആഗ്രഹിക്കുകയും എന്നാൽ മൈൻഡ് സെറ്റിൽ പണം അപകടമാണ്, പണം ഒരുപാട് വന്ന പ്രശ്നമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്താൽ പണം വരില്ല. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാക്കുക. പണം നന്മയാണെന്നും പണം നല്ല രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന കാശുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാമെന്നും അത് നമുക്കും പ്രയോജനകരമാണെന്നും ഒക്കെ വിശ്വസിക്കാൻ തയ്യാറാവുക. അതുകൊണ്ട് ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മളൊരു മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. നമുക്ക് ഇല്ലാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മണി മൈൻഡ് സെറ്റ്. അതോ തെറ്റാന്ന് ചിന്തിച്ചു വെച്ചിരിക്കുക.
ഇവിടെ ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്ന പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത് നല്ലൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. സോ മണി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ തയ്യാറാണോ മണി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ IAR എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു മണി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. 5, നെവർ ട്രൈ ടു ഇംപ്രസ് വിത്ത് മണി. പണം വെച്ചുകൊണ്ട് ഇംപ്രസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് പലപ്പോഴും പണം വരുന്ന സമയത്ത് അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇംപ്രസ് ചെയ്യാൻ തോന്നും. എങ്ങനെ ഇംപ്രസ് ചെയ്യാം? വളരെ കാശ് കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുക, വളരെ ലാവിഷ് ആയിട്ടുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് പണം എടുത്ത് ചിലവാക്കാൻ തോന്നും. പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കിയാൽ നാളെ പണം ഇല്ലാതെ വരുന്ന സമയത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കരുത് നിങ്ങൾ പണം ചിലവാക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, മാന്യമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, തെറ്റില്ല. ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കയ്യിലില്ലാത്ത പണം സംഘടിപ്പിച്ച് പലതും ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോൾ ഒരു വലിയ കാർ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മെഴ്സിഡീസോ അല്ലെങ്കിൽ ഒരു BMW ഒക്കെ എടുക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതിന്റെ ഡിപ്രീസിയേഷൻ കാണിക്കാൻ പറ്റും, ടാക്സിൽ അദ്ദേഹത്തിന് അളവ് കിട്ടും. അതുപോലെ ആയിരിക്കില്ല കയ്യിൽ കാശില്ലാത്തൊരു വ്യക്തി വീടിന്റെ ആധാരം പണയം വെച്ചൊരു വണ്ടി എടുക്കണത്. അദ്ദേഹം ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ലയബിലിറ്റിയാ. പ്രത്യേകിച്ച് അതിന് പെട്രോൾ അടിച്ച് ഓടിക്കാൻ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു തെറ്റായ തീരുമാനം മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിന് പകരം നമ്മൾ നിലവിലുള്ള അവസ്ഥ എന്താണ്, നമ്മൾ ഈ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇങ്ങനൊരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഗുണമാണോ അല്ലയോ, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നെവർ ട്രൈ ടു ഇംപ്രസ് വിത്ത് മണി. മണി ഉപയോഗിച്ച് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നടക്കരുത്. അത് വലിയൊരു മണ്ടത്തരമായി മാറും. 6, ഇൻവെസ്റ്റ് ഇൻ യോർ സെൽഫ്. നിങ്ങളുടെ പണം നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താ അതിന്റെ അർത്ഥം? മറ്റൊന്നുമല്ല, പഠിക്കണം. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പണത്തെ ഉപയോഗിക്കാം. യാതൊരു തെറ്റില്ല എൻ്റെ. പഠിക്കാൻ വേണ്ടി നിങ്ങൾ മുടക്കുന്ന കാശ് നിങ്ങൾക്ക് നഷ്ടമല്ലെന്നേ. നിങ്ങൾ കാശ് മുടക്കി എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചാൽ ആ പഠിച്ച കാര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് പഠിക്കുന്നതിന് ഒരിക്കലും പണച്ചെലവ് ചിന്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് ചെയ്താൽ ആ പർട്ടിക്കുലർ പഠിക്കുന്ന കാര്യം കൊണ്ട് എനിക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിനുവേണ്ടി പണം മുടക്കാൻ തയ്യാറാവുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വളർത്താൻ വേണ്ടി, നിങ്ങളുടെ തലച്ചോറിന്റെ വികസനത്തിന് വേണ്ടി, നിങ്ങളെ ശാരീരികമായി ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതുപോലെ നിങ്ങളുടെ ബൗദ്ധികമായ നിലവാരം കൂടാം. ഇതിനൊക്കെ തന്നെ പണം ചെലവഴിക്കുന്നത് തെറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ പണം ചെലവഴിക്കുന്നത് നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടാനാണെന്ന തിരിച്ചറിവോടുകൂടി നമ്മളെ പഠിപ്പിക്കാനായി പണം ചെലവാക്കാൻ കൂടി തയ്യാറാവുക. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ പണത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 6 നിയമങ്ങളാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നിയമം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെന്താണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കുക. ഇതേപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അവിടെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK signing off.